ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു UPA സർക്കാരിൻ്റെ കാലത്ത് പല കരാറുകളും അത് ഇങ്ങനെ ചുവപ്പ് നാടയിൽ കുടുങ്ങി അത് ഇത് എന്ന് പറഞ്ഞ് അവിടെ കിടന്നു, നമുക്ക് ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണല്ലോ ഗവൺമെൻറ് കോൺട്രാക്റ്റ് വെച്ചിട്ട് നമ്മൾ റഫേൽ വാങ്ങിയത്. പക്ഷേ അത് നേരത്തെ 126 വിമാനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങാനുള്ളൊരു കോൺട്രാക്റ്റ് അത് ഇതൊക്കെ നോക്കി പിന്നെ അവസാനം അത് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഇപ്പോൾ MiG-21 മാറി, ഇനിയിപ്പോൾ ജാഗ്വർ ഡീകമ്മീഷൻ ചെയ്യാനുണ്ട്, പിന്നെ MiG-29 പോകാനുണ്ട്. ഇനി അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ SU-യുടെ ഏകദേശം സമയമായി വരുന്നു. ചുരുക്കം പറഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ തേജസ്സും ഇതും റഫേലും മാത്രം ഉള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതൊരു അലാമിംഗ് സിറ്റുവേഷൻ അല്ലേ? വായുത്ത് ഉദ്ദേശിച്ച് മറ്റ് അതായത് നമ്മൾ ഒരു റഷ്യൻ ഡിപ്പെൻഡൻസി വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു പെട്ടെന്ന് തന്നെ സുഖോയ് 30 നമ്മൾ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ട്. സുഖോയ് 30 നമ്മൾ ഇനി എണ്ണം കൂട്ടും. മിഗ് പുറത്തേക്ക് പോകുന്ന സമയത്ത് സുഖോയ് 30യുടെ ഏതായാലും പ്രൊഡക്ഷന്റെ എണ്ണം കൂട്ടും. 1. 2. സുഖോയ് 57 നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങും. പക്ഷേ സുഖോയ് 57 ഒരു പുതിയ പ്ലാന്റ് ഇടുകയാണ്. അപ്പോൾ സുഖോയ് 30 ഓൾറെഡി ഉള്ള പ്ലാന്റ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ വലിയ പണിയില്ല. പക്ഷെ നേരെ മറിച്ച് സുഖോയ് 57 ഒന്ന് പ്രൊഡക്ഷൻ ആയി വന്ന അതിൻ്റെ സ്പെയർ പാർട്സും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സോഴ്സ് ചെയ്ത് ലോക്കലി സോഴ്സ് ചെയ്യാൻ പറ്റുന്നത് സോഴ്സ് ചെയ്തും അല്ലാത്തത് കൊണ്ടുവന്നും ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ കേൾക്കുന്നത് സുഖോയ് 57 നമ്മൾ റഷ്യൻ പ്രൊഡക്ഷനിലുള്ള സാധനം കുറേ എണ്ണം തൽക്കാലത്തേക്ക് മേടിക്കും, ബാക്കി ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങും. പിന്നെ സുഖോയ് 30 ഇവിടെ പ്രൊഡക്ഷൻ എണ്ണം കൂട്ടും, തീർച്ചയായിട്ടും കൂട്ടും. അതുമാത്രമല്ല AMCA, തേജസ് അങ്ങനെയുള്ള സാധനങ്ങളുടെ അത് വന്നിട്ടില്ല. ഇതൊരു കമ്മീഷൻ പോയിട്ട് ടെസ്റ്റ് ഫ്ലൈറ്റ് പോലും ആയിട്ടില്ലാത്ത സംഗതികളാണ്. അപ്പോൾ അത് തേജസിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് ആയിട്ടുണ്ട്, അത് വേറെ കാര്യം, സോറി. അത് നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ഇനിയുള്ള പടി എന്ന് പറയുന്നത്. കാരണം ഈ UPAയുടെ 10 വർഷത്തെ ഭരണകാലം ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയൊന്നുമല്ല. വെടിയുണ്ട പോലും എന്താ പറയുക 20 ദിവസത്തെ 30 ദിവസത്തെ ബാക്കപ്പ് ഉണ്ടായിരുന്നതിനെ കുറച്ച് കൊണ്ടുവന്ന് 3 ദിവസം മാത്രം യുദ്ധം ചെയ്യാനുള്ള അവസ്ഥയേ ഉള്ളൂ എന്ന അവസ്ഥയിലാണ് AK ആന്റണി എന്ന മഹാനുഭാവൻ ഇന്ത്യൻ സായുധ സേനയെ കൊണ്ടെത്തിച്ചത്. അത് മാത്രവുമല്ല, നമുക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. നമുക്ക് ഭീകരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഇതിൽ നിന്ന് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ ഓരോന്നായിട്ട് എന്തൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളില്ലായിരുന്നു, ഓർക്കണ്ടോ? അത് ഉൾപ്പെടെയുള്ള ബേസിക് ആയിട്ടുള്ള സംഗതികൾ കൊണ്ടുവന്നു. ഇന്നിതാ നമ്മൾ ഇന്ത്യയിൽ തോക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. മറ്റ് തോക്കുകളൊക്കെ ഒന്നുകിൽ ഓർഡിനൻസ് ഫാക്ടറിയിൽ ഉണ്ടാക്കുമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു. ഹെക്ലർ ആൻഡ് കോക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിരിക്കുന്നത് പുറത്തുനിന്നാണ്. അതൊക്കെ ആസീസ് മേടിച്ചതാണ്. അങ്ങനെയല്ല ഇപ്പോൾ ഭാരത് ഫോർജ് സ്വന്തമായിട്ട് തോക്കുണ്ടാക്കുന്നു. പൂനെയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മതിയോ? അല്ല, പോരാ. ഒത്തിരി കാലം പോകാനുണ്ട് നമുക്കിനിയും, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവല്ലോ, കുറച്ച് സമയം എടുക്കും. ആ ഒരു ഡാമേജും ഇനിയും മാറിയിട്ടില്ല, മാറ്റിയെടുക്കാനായിട്ട് കുറേ കാലങ്ങൾ എടുക്കുകയും ചെയ്യും.